ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പകരം വെക്കാനാകാത്ത സംഭാവനകൾ നൽകി കഴിഞ്ഞ 60 വർഷക്കാലം ഹൈറേഞ്ചിന്റെ തിലകക്കുറിയായി മാറിയ തൊടുപുഴ ന്യൂമാൻ കോളേജ് മറ്റൊരു അഭിമാന നേട്ടം കൊണ്ടുവന്നിരിക്കുകയാണ്. 2026 ജനുവരി 26 ഭാരതത്തിന്റെ റിപ്പബ്ലിക് ദിന പരേഡിൽ ലോകത്തിന്റെ ശ്രദ്ധയാകർഷിച്ചുകൊണ്ട് പരേഡിന്റെ മുൻനിരയിൽ ബാൻഡ് അവതരിപ്പിക്കുവാനുള്ള അസുലഭ അവസരം ലഭിച്ചിരിക്കുകയാണ്. കലാലയ അന്തരീക്ഷങ്ങളിൽ പോലും ഛിദ്രശക്തികളുടെ സ്വാധീന വലയം രാഷ്ട്ര സമൂഹ നിർമ്മിതികൾക്ക് വെല്ലുവിളികൾ ഉയർത്തുമ്പോൾ ചിട്ടയായ പരിശീലനവും പ്രാർത്ഥനയും ഉൾച്ചേർത്ത് ക്യാപ്റ്റൻ പ്രജീഷ് സി മാത്യുവിന്റെ നേതൃത്വത്തിൽ മാനേജ്മെന്റിന്റെയും സഹപാഠികളുടെയും ദേശവാസികളുടെയും പ്രോത്സാഹനവും പിന്തുണയും ഏറ്റുവാങ്ങി ചരിത്രം കുറിക്കുവാൻ ഒരുങ്ങുന്നു. ന്യൂമാൻ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജെന്നി കെ അലക്സിന്റെ വാക്കുകളിലേക്ക്. ഇടുക്കി ജില്ലയിലെ ആദ്യത്തെ ഉന്നത വിദ്യാഭ്യാസ ക്ഷേത്രമാണ് ന്യൂമാൻ കോളേജ്. വിശുദ്ധ കാർഡിനൽ ഹെൻറി ന്യൂമാൻ്റെ നാമധേയത്തിലുള്ള ഈ കോളേജ് കഴിഞ്ഞ വർഷങ്ങളിൽ നിരവധി നേട്ടങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. ദേശീയ തലത്തിൽ, അന്തർദേശീയ തലത്തിൽ. ന്യൂമാൻ NCCയെ സംബന്ധിച്ചിടത്തോളം കോളേജിനും അതിലുപരി കേരളത്തിന് തന്നെ അഭിമാനകരമായൊരു നേട്ടമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. മാനേജ്മെൻറ്റ് വളരെ അഭിമാനപൂർവ്വമാണ് ഇതിനെ കണക്കാക്കുന്നത്. കഴിഞ്ഞ വർഷം RD പരേഡിലെ ന്യൂമാൻ NCCയുടെ ഫീമെയിൽ വിമൻസ് സെക്ഷനാണ് മാറ്റുരച്ചത്. NCC ബാൻഡ് ഡൽഹിയിൽ. ഈ വർഷം ആൺകുട്ടികളുടെ വിഭാഗമാണ് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. ഒരു ദൈവാനുഗ്രഹത്തിൻ്റെ നിമിഷങ്ങളായിട്ടാണ് ആദ്യമേ ഇതിനെ കണക്കാക്കുന്നത്. കാരണം തികഞ്ഞ മലയോര പ്രദേശങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികൾ ഒരു 4-5 മാസമായി വളരെ കഠിനാധ്വാനത്തിലൂടെ, തീവ്ര പരിശീലനത്തിലൂടെയാണ് ഈ കടമ്പ കടന്നിട്ടുള്ളത്. മാനേജ്മെൻറ്റ് വളരെയധികം സപ്പോർട്ട് നൽകിക്കൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ അഭിവന്ദ്യ പിതാവ് ജോർജ് മടത്തിക്കണ്ടത്തിൽ, കോളേജ് മാനേജർ റവറൻഡ് ഫാദർ മോൺസ്റ്റർ പയസ് മലയക്കണ്ടത്തിൽ, വിദ്യാഭ്യാസ കോർപ്പറേറ്റ് ഹയർ എഡ്യൂക്കേഷൻ സെക്രട്ടറി പോൾ പാറത്താഴം, ഇവരുടെ വളരെ ഗണ്യമായിട്ടുള്ള പ്രോത്സാഹനം ഇതിൻ്റെ പിറകിലുണ്ട്. അതോടൊപ്പം കോളേജിലേക്ക് കടന്നു വരുമ്പോൾ ന്യൂമാൻ NCCയെ നയിക്കുന്ന ക്യാപ്റ്റൻ പ്രജീഷ് സി മാത്യു, അതോടൊപ്പം കോളേജ് ബർസാർ ഫാദർ ബെൻസൺ ആൻഡ് ആൻ്റണി, വൈസ് പ്രിൻസിപ്പൽമാരായിട്ടുള്ള ഡോക്ടർ സാജു എബ്രഹാം, പ്രൊഫസർ ബിജു പീറ്റർ, എല്ലാ ഹെഡ്സ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ്, എല്ലാ അധ്യാപകരും കുട്ടികളും ഉൾപ്പെടെ വളരെ സന്തോഷത്തോടെ കൂടിയാണ് ഇതിനെ കണക്കാക്കുന്നത്. ഒരു മലയോര കോളേജുകളിൽ നിന്നും ഈ ദേശീയ തലത്തിലേക്ക് ന്യൂമാൻ NCC ബാൻഡ് വരിക എന്ന് പറഞ്ഞാൽ അതത്ര എളുപ്പമുള്ള കാര്യമല്ല. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് മലയോര മേഖലയിലുള്ള സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന കുട്ടികളാണ് അതിൽ ഭൂരിഭാഗവും. അവർ വളരെ തീവ്രമായ പരിശീലനത്തിലൂടെ ദേശീയ തലത്തിൽ RD പരേഡിലും പ്രധാനമന്ത്രിയുടെ റാലിയിലൊക്കെ പങ്കെടുക്കുക എന്ന് പറയുമ്പം അത് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളവും കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഇടുക്കി ജില്ലയെ സംബന്ധിച്ചിടത്തോളവും അഭിമാനകര നിമിഷമാണ്. അതിനെ വളരെ നല്ല രീതിയിലാണ്, തികഞ്ഞ ദൈവാനുഗ്രഹത്തെ നിമിഷങ്ങളായിട്ടും കൂടി ഇതിനെ കണക്കാക്കുകയാണ്. ഇടുക്കിയുടെ കവാടമായ തൊടുപുഴയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ന്യൂമാൻ കോളേജിന് പല നേട്ടങ്ങളും എണ്ണിപ്പറയുവാനുണ്ട്. നാക് അക്രഡിറ്റേഷനിൽ A++ 3.71 സ്കോർ നേടിയെടുത്തുകൊണ്ട് ഇന്ത്യയിലെ തന്നെ 10 കലാലയങ്ങളിലൊന്നായി തിരഞ്ഞെടുക്കപ്പെടുവാൻ ദൈവകൃപയാൽ സാധിച്ചുവെന്നതും വലിയൊരു അനുഗ്രഹമാണ്. ചരിത്രപരമായ ഈ നേട്ടത്തിന്റെ പട്ടികയിലേക്ക് ന്യൂമാൻ NCCക്ക് വരുന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ ബാൻഡ് അവതരിപ്പിക്കുവാനുള്ള അവസരത്തെയോർത്ത് അഭിമാനം കൊള്ളുകയാണ് മാനേജ്മെന്റ്. കോളേജ് ബർസാർ റവറൻഡ് ഫാദർ ബെൻസൺ നിരവത്തിനാലിന്റെ വാക്കുകളിലേക്ക്. തൊടുപുഴ ന്യൂമാൻ കോളേജിലെ ബാൻഡിനെ സംബന്ധിച്ചിടത്തോളം ബാൻഡ് ഈ വർഷവും സീനിയർ ടീംസ് കേരളത്തിൽ നിന്ന് ആദ്യമായി, ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ടാണ് ഒരു സീനിയർ ബോയ്സ് ബാൻഡ് ടീം NCCക്ക് വേണ്ടി റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കാനായിട്ട് യോഗ്യത നേടുന്നത്. കഴിഞ്ഞ വർഷം NCCയുടെ വിമൻ ടീമാണ് അർഹത നേടിയെങ്കിൽ ഇപ്രാവശ്യം അത് കരസ്ഥമാക്കിയത് മെൻസ് ബാൻഡ് ടീമാണ്. അപ്പോൾ 45 വിദ്യാർത്ഥികൾ ഈ ന്യൂമാൻ NCC ബാൻഡിൽ ചേർന്നുകൊണ്ട്
ഇന്ത്യക്ക് വേണ്ടി പതാക ഏന്താനും അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രിയുടെയും പ്രസിഡൻറ്റിൻ്റെയും എല്ലാവരും അണിചേരുന്ന വലിയ ബാൻഡ് ഡിസ്പ്ലേ അവരുടെ മുമ്പിൽ അവതരിപ്പിക്കാനും എല്ലാം യോഗ്യത നേടിയിരിക്കുന്ന ഈ അവസരത്തിൽ തൊടുപുഴ നഗരവാസികളോടും കേരളത്തിലുള്ള എല്ലാവരോടും ഒരുപാട് സ്നേഹത്തോടെ നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ഈ 45 കുട്ടികൾ അവർ കഠിനാധ്വാനം ചെയ്താണ് ഈ വിജയം കരസ്ഥമാക്കിയിരിക്കുന്ന ക്യാപ്റ്റൻ പ്രജീവ് സി മാത്യുവിൻ്റെ നേതൃത്വത്തിൽ. ഇതിനെ ഒരുപാട് ഈ കോളേജിൻ്റെ രക്ഷാധികാരിയായിട്ട് നിലനിൽക്കുന്നത് ബഹുമാനപ്പെട്ട മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ പിതാവാണ്. ഞങ്ങളുടെ മാനേജർ അച്ഛൻ ഡോക്ടർ പയസ് മലയക്കണ്ടത്തിൽ അച്ഛൻ്റെയും എല്ലാവരുടെയും പിന്തുണയോടെയാണ് ഇങ്ങനൊരു വലിയ നേട്ടം കരസ്ഥമാക്കാനായിട്ട് ന്യൂമാൻ കോളേജിന് സാധിക്കുന്നത്. അവരുടെ അക്ഷീണ പരിശ്രമത്തിന് മുമ്പിൽ പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ഞങ്ങൾ നിരവധിയായ കടമ്പകൾ കടന്നാണ് ഇങ്ങനെയൊരു നേട്ടം കൈവരിക്കാനായിട്ട് ഇടയായത്. പ്രത്യേകിച്ച് ഇടുക്കിയുടെ മലയോര മേഖലകളിലുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പോത്തനാമൊഴി പിതാവ് 1964 സ്ഥാപിച്ചൊരു കോളേജാണിത്. ആ കോളേജിൻ്റെ ജൈത്രയാത്രയിൽ 60 ആണ്ടുകൾ പിന്നിട്ട ജൈത്രയാത്രയിലും അതിൻ്റെ ലക്ഷ്യത്തിന് ഒരു കുറവും സംഭവിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, ഈ കോളേജ് ഏത് ലക്ഷ്യത്തിന് വേണ്ടിയാണോ സ്ഥാപിക്കപ്പെട്ടത് ആ ലക്ഷ്യം പൂർത്തിയാക്കാനായി ഈ കോളേജ് എന്നും പ്രവർത്തന സജ്ജമാണ് എന്ന് ഇവിടെയുള്ള അധ്യാപകരും വിദ്യാർത്ഥികളുമെല്ലാം ഈ നേട്ടത്തോടുകൂടി ഒരിക്കൽ കൂടി ഇത് അനുസ്മരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ വലിയ നേട്ടത്തിൽ സർവശക്തനായ ദൈവത്തിന് ഏറ്റവും അധികം നന്ദി അർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അഭിവന്ദ്യ മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ പിതാവിൻ്റെ അനുഗ്രഹ ആശിസ്സുകളോടെയാണ് നമ്മൾ ഡൽഹിയിലേക്ക് യാത്ര പുറപ്പെടുന്നത്. ഇതിനുവേണ്ടി അത്യധ്വാനം ചെയ്ത എല്ലാ അധ്യാപകരെയും പിന്തുണ നൽകിയ എല്ലാ അധ്യാപകരെയും പ്രത്യേകിച്ച് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ക്യാപ്റ്റൻ പ്രജീവ് സി മാത്യു സാറിനെയും ഒരുപാട് സ്നേഹത്തോടെ കോളേജ് മാനേജ്മെൻറ്റിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്. NCC കേഡറ്റുകളുടെ പരിശീലനത്തിലും അവരുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലും കൂടെയുണ്ടായിരുന്ന അധ്യാപകരും അനധ്യാപകരും വിദ്യാർത്ഥികളുടെ പരിശീലനത്തിന് ആവശ്യമായ ക്രമീകരണങ്ങൾ നടത്തുകയും പഠന സമയങ്ങളെ പുനഃക്രമീകരിച്ചും എക്സ്ട്രാ ക്ലാസുകൾ വച്ചും അവരെ പ്രോത്സാഹിപ്പിച്ചു. ഈ അവസരത്തിൽ കോളേജ് വൈസ് പ്രിൻസിപ്പൽമാരായ പ്രൊഫസർ ബിജു പീറ്ററും ഡോക്ടർ സാജു എബ്രഹവും അതിനെപ്പറ്റി സംസാരിച്ചു. കഴിഞ്ഞ വർഷം ആദ്യ പരേഡിൽ പെൺകുട്ടികളും ഈ വർഷം ആൺകുട്ടികളുമാണ് നമുക്ക് വേണ്ടി ഡൽഹിയിൽ ആദ്യ പരേഡിൽ പങ്കെടുക്കുന്നത്. നല്ല അധ്യയന നിലവാരം പുലർത്തുന്ന വിദ്യാർത്ഥികളാണ് നമുക്കിവിടെ ഉള്ളത്. നമ്മുടെ കോളേജിലെ മുഴുവൻ അധ്യാപകരും അനധ്യാപകരും മാതാപിതാക്കളും ഒക്കെ അവരെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടി എക്സ്ട്രാ ക്ലാസ്സുകൾ നൽകുവാൻ വേണ്ടി ഞങ്ങളുടെ അധ്യാപകർ പ്രതിജ്ഞാബദ്ധരാണ്. ഈ ബാൻഡ് ഇവിടെ ഉദ്ഘാടനം ചെയ്തത്, ഈ ബാൻഡ് സെറ്റ് നമുക്ക് വാങ്ങി തന്നത് ഇവിടുത്തെ പൂർവ്വ അധ്യാപികയായ റെഞ്ചീന ടീച്ചറാണ്. ടീച്ചറെ ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകം ഓർമ്മിക്കുന്നു. ഇതിന് സഹകരിക്കുവാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ കോളേജിലെ എല്ലാ അധ്യാപകരും അനധ്യാപകരും ഒക്കെ ഒത്തൊരുമയോടുകൂടി, പ്രത്യേകിച്ചും ഈ കുട്ടികൾക്ക് നഷ്ടമാകുന്ന അക്കാഡമിക് പഠന ക്ലാസ്സുകളും ഒക്കെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അധ്യാപകരൊക്കെ എക്സ്ട്രാ ക്ലാസ്സുകൾ എടുത്തും അതിൽ തന്നെ നോൺ ടീച്ചിങ് സ്റ്റാഫ് അവരുടേതായിട്ടുള്ള സേവനങ്ങൾ നൽകിയും ഒക്കെ ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നു. ഈ തൊടുപുഴയുടെ പൗരസമൂഹത്തിൻ്റെ എല്ലാവിധ സപ്പോർട്ടും ഇതിനു വേണ്ടി ന്യൂമാൻ കോളേജിൽ ലഭിക്കാറുണ്ട്. അപ്പോൾ ഈ കുട്ടികൾ, ഇതിൽ പങ്കെടുക്കുന്ന കുട്ടികൾ ഇടുക്കി ജില്ലയിൽ നിന്ന് മാത്രമല്ല മറ്റ് ജില്ലകളിൽ നിന്നും ദൂരദേശങ്ങളിൽ നിന്നുള്ളവരുണ്ട്. അവരുടെ മാതാപിതാക്കളുടെയും അകമഴിഞ്ഞ ഒരു സപ്പോർട്ട് ഇവർക്ക് കിട്ടുന്നുള്ളതുകൊണ്ട് കുട്ടികൾക്ക് വളരെ ആത്മവിശ്വാസത്തോടുകൂടി ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുവാൻ വേണ്ടിയിട്ടും അവരുടെ ഏറ്റവും നല്ല ഒരു പെർഫോമൻസ് ഡൽഹിയിൽ കാഴ്ചവെക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ട്. വിദ്യാർത്ഥികളുടെ ചരിത്രപരമായ ഈ നേട്ടത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച അവരോടൊപ്പം എപ്പോഴും കൂടെയുണ്ടായിരുന്ന ഒരു വ്യക്തിത്വമാണ് ക്യാപ്റ്റൻ പ്രജീവ് സി മാത്യു. കോളേജിലെ കൊമേഴ്സ് വിഭാഗം HODയും കേരള ലക്ഷദ്വീപ് ബാൻഡ് ട്രൂപ്പിനെ നയിക്കുന്ന അദ്ദേഹം മുൻ മതാധ്യാപകനും ദൈവാശ്രയവും ദൈവവിശ്വാസവും കൈമുതലാക്കി തന്റെ വ്യക്തിജീവിതത്തിലും പ്രവർത്തന മേഖലയിലും മറ്റുള്ളവർക്ക് പരിചിതമാക്കിയ വ്യക്തി കൂടിയാണ്. NCCയുടെ വിവിധങ്ങളായ പ്രവർത്തനങ്ങളെക്കുറിച്ചും പരിശീലന പരിപാടികളെക്കുറിച്ചും അദ്ദേഹം വിശദീകരിച്ചപ്പോൾ, ഇതൊരു വലിയ ചരിത്ര മുഹൂർത്തമാണ്. അതുപോലെ തന്നെ 18 കേരള ബറ്റാലിയന് കീഴിലാണ് നമ്മുടെ ഈ കോളേജ് ഉള്ളത്. ഇത് കോട്ടയം ഗ്രൂപ്പ് കേരള ലക്ഷദ്വീപ് ന്യൂമാൻ NCC ബാൻഡ് എന്നാണ് ഇതിനറിയപ്പെടുന്നത്. അപ്പോൾ കേരള ലക്ഷദ്വീപിനെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ബാൻഡാണിത്. നമുക്കിവിടെ 108 കേഡറ്റ്സാണുള്ളത്. ഇതിൽ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ കേഡറ്റ്സിനാണ് ആദ്യ പരേഡിലേക്ക് പങ്കെടുക്കാനായിട്ട് അവസരമുള്ളൂ. അപ്പോൾ നമുക്ക് വനിതാ വിഭാഗവും അതുപോലെ തന്നെ പുരുഷ വിഭാഗവും NCC കേഡറ്റ്സ് ഉണ്ട്. 45 പേരാണ് NCC ബാൻഡിലേക്ക് സെലക്ട് ചെയ്യപ്പെടേണ്ടത്.
അപ്പോൾ നമുക്ക് അത്രയും കുട്ടികൾ ആ ഒരു ഈ 2 വർഷവും ബോയ്സ് ഗേൾസ് തിരിച്ച് കാറ്റഗറൈസ് ചെയ്യുമ്പോൾ ഇല്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ നമ്മുടെ മുൻ കമാൻഡിങ് ഓഫീസറായിരുന്ന കേണൽ പ്രശാന്ത് നായർ സാറിൻ്റെ അഭിപ്രായപ്രകാരം ഒരു കൺസോർഷ്യം രൂപീകരിച്ച് നിമൻ കോളേജിലും സമീപ നമ്മുടെ സിസ്റ്റർ കൺസേൺ തന്നെയായിട്ടുള്ള നിർമ്മല കോളേജും MA കോളേജും അതുപോലെ തന്നെ സെൻറ്റ് പീറ്റേഴ്സ് കോളേജ് കോലഞ്ചേരിയും ചേർന്നിട്ട് ഞങ്ങൾ അവിടെ 3 സ്ഥലത്തും ബാൻഡുണ്ട്, നമുക്കിവിടെയും ബാൻഡുണ്ട്. അവിടുത്തെ ഏറ്റവും മിടുക്കരായിട്ടുള്ള കുട്ടികളെ യോജിപ്പിച്ച് ഒരു കൺസോർഷ്യം ഉണ്ടാക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് കഴിഞ്ഞ വർഷം നമുക്ക് വനിതാ ബാൻഡ് ഈ 4 കോളേജുകളോട് ചേർന്നിട്ടാണ് വനിതാ ബാൻഡിന് സെലക്ഷൻ കിട്ടുന്ന തലത്തിലേക്ക് കുട്ടികളെ വളർത്തിയെടുക്കാനായിട്ട് സാധിച്ചത്. ഈ വർഷവും വി കണ്ടിന്യൂ ദാറ്റ് പാറ്റേൺ. ഈ വർഷം 29 കുട്ടികൾ നമുക്ക് നിമൻ കോളേജിൽ നിന്നും, 6 കുട്ടികൾ നിർമ്മല കോളേജിൽ നിന്നും, 5 കുട്ടികൾ MA കോളേജ് കോതമംഗലത്ത് നിന്നും, 5 കേഡറ്റ്സ് സെൻറ്റ് പീറ്റേഴ്സ് കോളേജിൽ നിന്നും സെലക്റ്റഡ് ആയിട്ടുണ്ട് അവരുടെ ക്വാളിറ്റി വെച്ചുകൊണ്ട്. അപ്പോൾ അങ്ങനെ നിമൻ കോളേജിൽ കുട്ടികൾ ഉണ്ട്. ഇതിൻ്റെ അകത്ത് ഈ 4 കോളേജ് നാഷണൽ കേഡറ്റ് കോർപ്സ് ലോകത്തിലെ ഏറ്റവും വലിയ യൂണിഫോംഡ് യൂത്ത് ഓർഗനൈസേഷനാണ്. ഏതാണ്ട് 15 ലക്ഷത്തോളം കേഡറ്റ്സ് നമുക്ക് NCCയിലുണ്ട്. നമ്മുടെ ആദരണീയനായിട്ടുള്ള പ്രധാനമന്ത്രിയും ഒരു NCC കേഡറ്റായിരുന്നു. അങ്ങനെ ഒത്തിരി പ്രഗത്ഭർ NCCയുടെ ഭാഗമായിട്ടുണ്ട്. നിമൻ NCCയെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് IG, അതുപോലെ തന്നെ SP റാങ്കിൽ വലിയ സൈനിക തലത്തിലൊക്കെയുള്ള ആളുകൾ ഈ NCC പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് വളർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സംവിധാനമാണ്. ഇതിൻ്റെ ബാൻഡിൻ്റെ സെലക്ഷൻ കേന്ദ്ര ലെവലിലുള്ള ഒരു ഇൻസ്പെക്ഷനാണ്. ഇവിടുന്ന് വീഡിയോസ് എടുക്കണം. അത് എല്ലാ ആസ്പെക്ട്സിലും ഡ്രില്ല്, മ്യൂസിക്, ഇതിൻ്റെ ഫോർമേഷൻ സ്റ്റൈൽസൊക്കെ അവർ കേന്ദ്ര തലത്തിലുള്ളൊരു ബോർഡ് പരിശോധിച്ച് RDക്ക് പറ്റുന്നതാണ് എന്നവർക്ക് ബോധ്യപ്പെട്ടാൽ മാത്രമാണ് സെലക്ഷൻ കിട്ടുന്നത്. കഴിഞ്ഞ വർഷം നമുക്ക് പെൺകുട്ടികളുടെ ആ ഒരു സ്കിൽസാണ് അവർ അക്സെപ്റ്റ് ചെയ്ത് സെലക്ട് ചെയ്തത്. ഈ വർഷം ആൺകുട്ടികളുടെ ബാൻഡാണ് നമുക്ക് സെലക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊരു ലോങ് പ്രോസസ്സാണ്. ഓൾ ഇന്ത്യ ബേസിൽ വിവിധ ബാൻഡുകൾ അവരുടെ വീഡിയോസ് അയക്കുന്നു. കേരളത്തിൽ നിന്ന് തന്നെ മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസും ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. കേരളത്തിലൊരു സെലക്ഷൻ നടത്തും. അതിനുശേഷമാണ് നമ്മൾ ഈ പ്രോസസ്സിലേക്ക്, ഇതിൻ്റെ അക്സെപ്റ്റൻസിലേക്ക് പോകുന്നത്. സത്യത്തിൽ ഞാനൊരു അധ്യാപകനാണ്. കൊമേഴ്സ് പഠിപ്പിക്കാനാണ് നിമൻ കോളേജിൽ അപ്പോയിൻറ്റഡ് ആയത്. അതിനുശേഷം മാനേജ്മെൻറ്റ് ഏൽപ്പിച്ചൊരു ഉത്തരവാദിത്തമാണ് ഈ പട്ടാള മേഖലയിലേക്കുള്ള വരവ്. ഇതിലൊത്തിരി അച്ചീവ്മെൻറ്റ്സ്. നമ്മുടെ നിമൻ കോളേജ് 3 തവണ ബെസ്റ്റ് NCC യൂണിറ്റ് ആയിട്ടുണ്ട്. 2019, 2020, ഈ കഴിഞ്ഞ വർഷം 2025. എനിക്കിതെല്ലാം അതിൻ്റെ പിന്നിൽ കാണാൻ പറ്റുന്ന ഒരു ദൈവാനുഗ്രഹമാണ്. ഇത് നത്തിങ് മോർ ദാൻ ദാറ്റ്. കാരണം കഴിഞ്ഞ വർഷം 45 പെൺകുട്ടികളായിട്ടാണ് നമ്മൾ ഡൽഹിക്ക് പോയത്. അപ്പോൾ ഈ പിള്ളേരുടേതായിട്ടുള്ള എല്ലാ ഇഷ്യൂസുണ്ട്. ഫാമിലിയുടെ സപ്പോർട്ട് വേണം, നമ്മുടെ ഓഫീസേഴ്സിൻ്റെ സപ്പോർട്ട്, ഇതെല്ലാം ഉണ്ട്. ഇതെല്ലാം ക്ലബ് ചെയ്ത് പോവുക. ഒപ്പം ഭയങ്കര പ്രതികൂല കാലാവസ്ഥയാണല്ലോ അവിടെ. 5 ഡിഗ്രിയിലൊക്കെ വരുന്ന സാഹചര്യമുണ്ട്. ഞാനിതിനെയൊക്കെ ഒരു ദൈവാനുഗ്രഹമായിട്ട് കരുതുന്നു. ഞാനൊരു കാറ്റഗിസ് അധ്യാപകനായിട്ടാണ് 36 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ടീച്ചിങ് ആരംഭിച്ചത്. ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞ് നിൽക്കുമ്പോൾ ആരംഭിച്ചത്. സോ ഓൾവേസ് ഐ ഡിപ്പെൻഡ് ഓൺ ദാറ്റ് സോഴ്സ് ഓഫ് എനർജി. അപ്പോൾ പലപ്പോഴും ഒത്തിരി ഡിഫിക്കൽട്ടായിട്ടുള്ള സിറ്റുവേഷൻസ് വരുന്നുണ്ട്. കുട്ടികൾ തന്നെ ഫെഡപ്പ് ആവും, അവരെ മോട്ടിവേറ്റ് ചെയ്യണം. പിന്നെ ഇവരൊന്നും ഒരു സംഗീത ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരല്ലല്ലോ, പക്ഷേ പ്യുവർ മ്യൂസിക്കാണ് വായിക്കുന്നത്. അപ്പോൾ അതിനെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു ദൈവാനുഗ്രഹമായിട്ട് മാത്രമേ കരുതാൻ പറ്റുള്ളൂ. പ്രത്യേകിച്ചും പെൺകുട്ടികളെ കൊണ്ട് പോയപ്പോൾ എനിക്കറിയാം ഒത്തിരി ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ പ്രധാനമായിട്ടും നമ്മളാണ് അവരുമായിട്ട് അറ്റാച്ച് ചെയ്ത് നിൽക്കുന്ന ആൾ. പട്ടാള ഓഫീസേഴ്സ് അതുപോലെ തന്നെ മാഡംസൊക്കെ ഉണ്ടെങ്കിലും ഇവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ ഇവരുടെ വിഷമങ്ങൾ പറയാനോ ഒക്കെ പറ്റണം നമ്മളാണ്. അപ്പോൾ ഞങ്ങൾ ചെയ്യുന്ന കാര്യം ഇവിടെ രാവിലെ ആയിട്ട് കഴിഞ്ഞാൽ ആദ്യം ഒരു മെഡിറ്റേഷനാണ്. പല മതത്തിൽ നിന്നുള്ള ആളുകളുണ്ട്, ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിംസ് എല്ലാം ഉണ്ട്. അപ്പോൾ അവരെല്ലാം രാവിലെ ആയിട്ട് ഒരു പ്രയറുണ്ട്, ഒന്നിച്ച് മെഡിറ്റേറ്റ് ചെയ്യും. വൈകുന്നേരം കിടക്കുന്നതിന് മുമ്പ് ഒന്നിച്ച് മെഡിറ്റേറ്റ് ചെയ്യും. അപ്പോൾ എന്ത് പ്രതികൂല സാഹചര്യങ്ങൾ വന്നാലും അവർക്കൊരു ആത്മീയമായിട്ടുള്ള ഒരു മേഖലയും, ഞങ്ങൾ ശരീരം, മനസ്സ്, ആത്മാവ്, ഈ 3 ആസ്പെക്ട്സിനും ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള ഒരു കാര്യമാണ് ഞങ്ങളുടെ ഒരു ട്രെയിനിങ് സ്റ്റൈല്. ഈ ഒരു ചരിത്ര നേട്ടം കേരളത്തിൽ നിന്ന് ആദ്യമായിട്ടാണ് ഒരു വനിതാ ബാൻഡിനെ കൊണ്ടുപോകാനായിട്ട് പറ്റിയത്. ആദ്യമായിട്ടാണ് ഒരു പുരുഷ ബാൻഡും പോകുന്നത്. വലിയൊരു നേട്ടമാണ് നമുക്ക് കേരളത്തെ സംബന്ധിച്ചും NCCയെ സംബന്ധിച്ചും. ഈ ഒരു അവസരത്തിൽ എനിക്ക് ഒത്തിരി പേരോട് നന്ദിയുണ്ട്, കടപ്പാടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് എൻ്റെ മാനേജ്മെൻറ്റാണ്. ഞാൻ അധ്യാപകനായിട്ടിരിക്കുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുവാനായിട്ട് സാധിക്കുന്നത് അഭിവന്ധ്യ ജോർജ് മടത്തിക്കണ്ടത്തിൽ പിതാവിൻ്റെ നേതൃത്വത്തിലുള്ള വലിയ സപ്പോർട്ടാണ്. പിതാവൊക്കെ ഒത്തിരി കരുതലോടെയാണ് കഴിഞ്ഞ വർഷവും ഈ വർഷവും എല്ലാം നമ്മൾ നേരിട്ട് കണ്ട് കുട്ടികളുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് അവരെ സപ്പോർട്ട് ചെയ്യുന്ന വലിയൊരു
കരുതലുണ്ട്. ഒപ്പം നമ്മുടെ മാനേജറായിട്ടുള്ള പയസ് മലയക്കണ്ടത്തിലച്ചൻ, പിന്നെ ജനറൽ അച്ഛന്മാരൊക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒപ്പം NCCയുടെ കേരള ലക്ഷദ്വീപിൻ്റെ ഒരു ബാൻഡായിട്ടാണ് ഇത് പോകുന്നത്. അപ്പോൾ നമ്മുടെ ADG മേജർ ജനറൽ രമേശ് ഷൺമുഖം സാറ്, അദ്ദേഹം ഒത്തിരിയേറെ ഒരു കെയർ തരുന്നുണ്ട്, സപ്പോർട്ട് തരുന്നുണ്ട്. നമ്മുടെ ഗ്രൂപ്പ് കമാൻഡർ ബ്രിഗേഡിയേഴ്സ് GVS റെഡ്ഡി സാറ് എല്ലായ്പ്പോഴും ഇൻസ്പെക്ട് ചെയ്യുന്നുണ്ട്. നാളെ ഇപ്പം അദ്ദേഹത്തിൻ്റെ ഒരു ഇൻസ്പെക്ഷൻ ഉണ്ട്. അപ്പോൾ സമയാസമയങ്ങളിൽ അദ്ദേഹം വരുന്നു. ഒപ്പം നമ്മുടെ ഇപ്പോഴത്തെ കമാൻഡിങ് ഓഫീസറായിട്ട് ലഫ്റ്റനൻറ്റ് കേണൽ അനിരുദ്ധ് സിംഗ് സാറ്, സുബൈദാർ മേജർ സുവിജിത് സിംഗ്, ഇങ്ങനെയുള്ള ആളുകളുടെ ഒരു വലിയ സപ്പോർട്ട്. ഒപ്പം കോളേജിൻ്റെ പ്രിൻസിപ്പൽ ഡോക്ടർ ജെന്നി K. Alex, വൈസ് പ്രിൻസിപ്പൽസ്, ടീച്ചേഴ്സ്, ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ്, ഇവരുടെ മാതാപിതാക്കൾ, ഈ കുട്ടികളെടുക്കുന്ന എഫേർട്ട്, ഇതിനെല്ലാം സല്യൂട്ട് ചെയ്യുന്നു. ഒപ്പം പൊതുജനങ്ങളുടെ വലിയൊരു സ്വീകാര്യത, അവർ തരുന്ന സപ്പോർട്ട്. കഴിഞ്ഞ തവണയാണെങ്കിലും നമുക്ക് കേരള ഗവർണർ ഉൾപ്പെടെയുള്ള ആളുകളുടെ സപ്പോർട്ട്, പ്രസിഡൻറ്റിൻ്റെ അടുത്ത് പോകാൻ പറ്റിയ കാര്യം, ഇതിനകത്ത് കിട്ടുന്ന ഊർജ്ജം, ഇതൊക്കെ ഞാൻ ഈ അവസരത്തിൽ നന്ദിപൂർവ്വം സ്മരിക്കുന്നു. ന്യൂമാൻ NCCക്കൊപ്പം സഹോദരി സ്ഥാപനങ്ങളായ രൂപതയിലെ മറ്റ് കോളേജുകളിൽ നിന്നും എത്തിയ NCC കേഡറ്റുകൾ ഉൾപ്പെടെ 45 പേരാണ് ടീമിലുള്ളത്. തങ്ങൾക്ക് കിട്ടിയ അവസരത്തെ അഭിമാനപൂർവ്വം ഓർക്കുകയും ആ ദിനങ്ങൾക്ക് വേണ്ടി സ്വപ്നങ്ങൾ കാണുകയും ചെയ്യുന്ന അവരിൽ ഏതാനും പേർ ഷെക്കീന ന്യൂസിന്റെ ചോദ്യങ്ങൾക്ക് പ്രതികരിക്കുന്നു. എൻ്റെ പേര് അശ്വിൻ സുഭാഷ്. ഞാൻ ന്യൂമാൻ കോളേജ് പഠിക്കും, 3rd ഇയർ വിദ്യാർത്ഥിയാണ്. വളരെയധികം സന്തോഷവും അഭിമാനമുണ്ട് ഇപ്പോൾ റിപ്പബ്ലിക് ഡേയിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല. കാരണം ഈ കോളേജ് വന്ന് ഇവിടെ ഫസ്റ്റ് ഇയറിൽ ഇൻസ്ട്രുമെൻ്റ് എടുക്കുമ്പോൾ ഒരിക്കലും വിചാരിച്ചില്ല 3rd ഇയറിൽ ഇത്രയും വലിയൊരു പൊസിഷനിൽ നിന്നിട്ട് ഡൽഹിയിലോട്ട് ഇവരെ 45-44 പേരെ നയിച്ചുകൊണ്ട് മുമ്പിൽ നിന്ന് ഡൽഹിയിലോട്ട് പോകാൻ കഴിയുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അത് വലിയൊരു അച്ചീവ്മെൻ്റ്, എൻ്റെ ലൈഫിൽ തന്നെ വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് ഞാൻ കണക്കാക്കുന്നു. കാരണം ഈ നമ്മൾ കഴിഞ്ഞ വർഷം ഗേൾസ് ബാൻഡ് ടീം പോയി, ഇത്തവണ ബോയ്സ് ബാൻഡ് ടീം പോകുന്നു. കേരളത്തിൽ നിന്ന് ആദ്യമായിട്ട് 2 നേടി നമ്മൾ ഈ 5 കോളേജും ചേർന്നിട്ടാണ്. അപ്പം അത് ഭയങ്കര അച്ചീവ്മെൻ്റ് ആണത്. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ ഈ മാനേജ്മെൻറ്റ്, നമ്മുടെ സാറ് ഇതെല്ലാം സപ്പോർട്ട് ചെയ്ത് നമ്മുടെ കൂടെ വന്നു. പിന്നെ നമുക്ക് ആർമിയിലെ ഉദ്യോഗസ്ഥൻ പഠിപ്പിക്കാൻ വന്നു. അപ്പം ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ നമ്മളൊരു വലിയ അച്ചീവ്മെൻറ്റിലോട്ടാണ് പോകുന്നത്. ഒരു പാർത്ഥിബ് സ്പാർക്കൽ, ഞാൻ നിർമ്മല കോളേജിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ എനിക്കാണെങ്കിലും ഞാൻ ഫസ്റ്റ് ഇയർ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ ആണെങ്കിലും യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല ഇത്രമാത്രം ഒരു ഹൈറ്റിലേക്ക് എത്തുമെന്നുള്ള കേസൊന്നും. പക്ഷേ ഇപ്പം സത്യം പറഞ്ഞാൽ വലിയൊരു അഭിമാന നിമിഷം കൂടിയാണ്. കാരണം നമ്മൾ ഇത്ര 5 കോളേജും കൂടി ഒരു മേക്കപ്പ് ചെയ്തിട്ടാണ് ഇത്രയും ഒരു ലെവലിലേക്ക് എത്തിയത് തന്നെ. അപ്പോൾ അതിന് ദൈവത്തിനോട് ആദ്യം തന്നെ നന്ദി പറയുന്നു. കാരണം ഈ ഒരു ലെവലിലേക്ക് എത്താൻ വേണ്ടി സഹായിച്ചതിനും, പിന്നെ ഇവിടുത്തെ പ്രജീഷ് സാറാണെങ്കിലും നമ്മളെല്ലാ കാര്യത്തിനും സപ്പോർട്ടീവായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ആണെങ്കിലും ഭയങ്കര സന്തോഷമുണ്ട് ഈ ഒരു ലെവലിലെത്തിയതിനും, പിന്നെ റിപ്പബ്ലിക് ഡേയിൽ അവിടെ ഇറങ്ങുന്നതിലും എല്ലാത്തിനും ഭയങ്കര സന്തോഷമാണ്. എൻ്റെ പേര് അഭിജിത്ത് ബിജു. ഇവിടെ 3rd ഇയർ BA മലയാളം പഠിക്കുന്നു ന്യൂമാൻ കോളേജിൽ. അതുപോലെ തന്നെ ഇവിടെ ന്യൂമാൻ NCCയിലെ സീനിയർ ഓഫീസർ കൂടിയാണ്. ഒരു നിമിഷത്തിൽ നിൽക്കുമ്പോൾ വളരെയധികം സന്തോഷം, അഭിമാനം തോന്നുകയാണ്. അതിലുപരി ഇവിടുത്തെ എല്ലാവരും കൂടെ നിന്ന് നമ്മുടെ ന്യൂമാൻ NCCയിലെ 29 പേരോളമാണ് അവിടെ റിപ്പബ്ലിക് ഡേ പരേഡിൽ പങ്കെടുക്കാൻ പോകുന്നത്. അതുപോലെ 4 കോളേജിലെ എല്ലാ സ്റ്റുഡൻസും കൂടിയിട്ടാണ് പോകുന്നത്. ഇപ്പോൾ എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത് നന്ദിയാണ്. കാരണം വീട്ടുകാരുടെ സപ്പോർട്ട്, ഗുരുക്കന്മാരെ സപ്പോർട്ട്, ഇവരെ ഇല്ലായിരുന്നെങ്കിൽ നമ്മളിപ്പോൾ ഇവിടെ നിൽക്കാൻ പോലും സാധിക്കില്ല. വീട്ടുകാരുടെ സപ്പോർട്ട് എന്ന് വെച്ചാൽ അവർ കൂടെ നിന്നുകൊണ്ട് ഇതിൽ പോവുക, നന്നായിട്ട് വരിക എന്നുള്ളൊരു ലക്ഷ്യത്തോടെ അവർ നമ്മൾ വെക്കുന്നു. ആ ലക്ഷ്യത്തിനോട് അവരുടെ കൂടെ നമ്മൾ നിന്ന് ഒപ്പം തന്നെ നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കൂടെ നമ്മളിവിടെ NOയായ പ്രജീഷ് സാറുണ്ട്, GC മാത്യു സാർ. സാറിൻ്റെ എല്ലാ അനുഗ്രഹം ഇതിനോടൊപ്പം ടീച്ചറിൻ്റെ സപ്പോർട്ടില്ലെങ്കിൽ നമ്മൾ ഒരാൾക്ക് ഒരു ഈ നിലയിൽ എത്താൻ പറ്റില്ല. അതിലിവിടെ മാനേജ്മെൻറ്റ് സപ്പോർട്ടും ഇൻസ്ട്രുമെൻറ്റ് കാര്യങ്ങളാണെങ്കിലും എല്ലാം മേടിച്ചും തന്നും അത് സപ്പോർട്ട് രീതിയിലാണ് ഞങ്ങൾ മുന്നേറി പോകുന്നത്. ഇപ്പോൾ ഡൽഹിയിലെത്തുക, അവിടെ നന്നായിട്ട് പെർഫോം ചെയ്യുക എന്നുള്ള രീതിയിൽ മുന്നേറി പോകുന്നത്. എൻ്റെ പേര് അബ്ദുള്ളക്കുട്ടി. ഞാൻ MA കോളേജിൽ നിന്ന് വരുന്നു. NCC കയറിയപ്പോൾ തൊട്ടുള്ള ആഗ്രഹമാണ് റിപ്പബ്ലിക് ഡേ പരേഡിൽ പങ്കെടുക്കണമെന്ന്. എൻ്റെ പേര് ആദിത്യൻ. ഞാൻ സെൻറ്റ് പീറ്റേഴ്സ് കോളേജിലെ ജൂനിയർ അണ്ടർ ഓഫീസറാണ്. ഒരു NCC കേഡറ്റിൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരിക്കും റിപ്പബ്ലിക് ഡേ പരേഡിൽ പങ്കെടുക്കുക എന്നുള്ളത്. അപ്പോൾ അത് സാക്ഷാത്കരിക്കാൻ പോകുന്നു എന്നുള്ളത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ആ ഒരു സംഭവത്തിന് കാരണമായതിൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിച്ചിട്ടുള്ളത് ന്യൂമാൻ കോളേജിലെ അസോസിയേറ്റ് NCC ഓഫീസറായിട്ടുള്ള ക്യാപ്റ്റൻ പ്രജീഷ് മാത്യു സാറാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ കോളേജിലെ ഓരോ കേഡറ്റ്സിനും
ഞങ്ങൾക്ക് ഓരോരുത്തർക്കും സപ്പോർട്ട് തന്ന ഞങ്ങളുടെ കോളേജിലെ അസോസിയേറ്റ് NCC ഓഫീസറായ ലഫ്റ്റനൻറ്റ് ജിൻ അലക്സാണ്ടർ സാറിനും ഈ ഒരു അവസരത്തിൽ നന്ദി അറിയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. NCCയുടെ സൈനിക പരിശീലനത്തോടൊപ്പം സാമൂഹ്യ പ്രതിബദ്ധതയും ഉറപ്പിക്കുന്ന പ്രവർത്തന മേഖലകൾ കൂടി അവർ ഏറ്റെടുക്കുകയുണ്ടായി. അതിന് ഏറ്റവും നല്ല ഒരു ഉദാഹരണമാണ് കോളേജ് NCC യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഉച്ചഭക്ഷണ പരിപാടിയായ ഷെയർ എ ബ്രെഡ് എന്ന പദ്ധതി. ദേശീയ പുരസ്കാരം നേടിയ ഈ പദ്ധതിയെക്കുറിച്ച് ക്യാപ്റ്റൻ പ്രജീഷ് മാത്യു തന്നെ പ്രതികരിക്കുന്നു. ചിട്ടയായ NCC പ്രവർത്തനങ്ങൾക്കൊപ്പം സോഷ്യൽ കമ്മിറ്റ്മെൻറ്റോടുകൂടി അനേകം പ്രോഗ്രാംസ് കൂടി ചെയ്യുന്നുണ്ട്, അത് ഏറ്റെടുക്കുന്നുണ്ട്. അതിൻ്റെ ഒരു അനുഗ്രഹമായിട്ട് കൂടിയാണ് ഈ ബാൻഡിൻ്റെ സെലക്ഷനെ ഞാൻ കണക്കാക്കുന്നത്. അതിൽ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് നമുക്കിവിടെ കളക്ട് ചെയ്യുന്ന ഒരു ഷെയർ എ ബ്രെഡ്, ഫുഡ് കളക്ട് ചെയ്യുന്ന ഷെയർ എ ബ്രെഡ് എന്ന് പറയുന്നൊരു പ്രോഗ്രാമാണ്. 2013 നമ്മളത് ആരംഭിച്ചത്. ഇത് കോളേജിൻ്റെ സപ്പോർട്ടോടുകൂടി കോളേജിൻ്റെ ഒരു ബെസ്റ്റ് പ്രാക്ടീസ് എന്നുള്ള രീതിയിൽ നാക്കൊക്കെ വന്നപ്പോൾ വിലയിരുത്തിയ ഒരു പ്രോഗ്രാമാണ്. കുട്ടികൾ രാവിലെ വരുമ്പോൾ അവർക്ക് നമ്മൾ 2 ടിഫിൻ ബോക്സുകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ചോറ് കളക്ട് ചെയ്യും. അങ്ങനെ 300ഓളം ചോറ് പൊതികൾ എല്ലാ ദിവസവും വർക്കിംഗ് ഡേയ്സിൽ കളക്ട് ചെയ്യുകയും അത് നമ്മുടെ അടുത്തുള്ള ദിവരക്ഷാലയം എന്ന് പറയുന്ന മാനസികമായി ചലഞ്ച് ചെയ്യപ്പെട്ട നമ്മുടെ ഒപ്പമുള്ള ആളുകളെ, നമ്മുടെ തന്നെ സഹോദരന്മാരെ സംരക്ഷിക്കുന്ന ഒരു സ്ഥലത്തേക്ക് നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കിട്ടിയ ഒരു നാഷണൽ അവാർഡാണിത്. ബെസ്റ്റ് സോഷ്യൽ ഇനീഷ്യേറ്റീവ് എന്നുള്ള രീതിയിൽ മുംബൈയിൽ നഗിന്ദ്രദാസ് കോളേജ് സംഘടിപ്പിച്ച ഒരു ദേശീയ അവാർഡിൽ നമ്മുടെ കോളേജ് പങ്കെടുക്കുകയുണ്ടായി. അതിലേറ്റവും നല്ല നാഷണൽ ലെവലിലുള്ള ഏറ്റവും നല്ല ഒരു ഇനീഷ്യേറ്റീവ് എന്നുള്ള രീതിയിൽ നമുക്ക് അവാർഡ് ലഭിച്ചു. ഒപ്പം വീട് പണിത് കൊടുക്കുന്ന ഒരു പ്രോസസ്സ് കൂടി NCC ഏറ്റെടുത്തിട്ടുണ്ട്. സഹൃദരായിട്ടുള്ള ആളുകളുടെ ഒരു സഹായത്തോടു കൂടി ഇതിനോടകം 3 വീടുകൾ പണിത് പാവപ്പെട്ട ആളുകൾക്ക് കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഒപ്പം കുട്ടികൾക്ക് കൃഷി മേഖലയിൽ, അങ്ങനെ പല മേഖലയിൽ സമൂഹത്തിലെ പല ട്രാജഡീസൊക്കെ ഉണ്ടാകുന്ന സമയത്ത്, പ്രത്യേകിച്ച് 2018 വെള്ളപ്പൊക്കം, കൊറോണ വന്ന സമയം, ഇവിടെയൊക്കെ കുട്ടികൾ വിവിധ രീതിയിൽ ഫുഡ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കളക്ട് ചെയ്യുകയും അവരത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു നല്ല ഒരു ആസ്പെക്റ്റ് കൂടി ഈ കേഡറ്റ്സിനെല്ലാം ഉണ്ട്. അപ്പോൾ അവരുടെ ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ്, സഹജീവികളുള്ളൊരു കാരുണ്യം ഒക്കെ റിഫ്ലക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഈ ഒരു NCC യൂണിറ്റ് മുന്നോട്ട് പോകുന്നതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്.